തനിക്ക് നേരെ വെടിയുതിർക്കാൻ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സൈനികർക്ക് ഫ്ലൈയിങ് കിസ് നൽകിയ ചാരസുന്ദരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1876 നെതർലൻഡ്സിൽ ജനിച്ച മാർഗരീത്ത ജെട്രൂഡ സെല്ല, റൂഡോൾഫ് മക്ലോഡ് എന്ന സൈനികനുമായുള്ള വിവാഹത്തിന് ശേഷം ഇന്തോനേഷ്യയിലെത്തി. അവിടെ വെച്ചാണ് മലയ ഭാഷയിൽ പകലിന്റെ കണ്ണ് അഥവാ സൂര്യൻ എന്നർത്ഥം വരുന്ന മാതാഹരി എന്ന പേര് സ്വീകരിച്ചത്. പിന്നീട് വിവാഹബന്ധം വേർപെടുത്തിയ മാതാഹരി പാരീസിൽ നർത്തകിയായി. സൗന്ദര്യവും വശ്യതയും കൊണ്ട് ലോകത്തെ തന്നെ മയക്കിയെടുത്തു. നിരവധി സമ്പന്നർ സമ്മേളിക്കുന്ന വേദികളിൽ അർദ്ധനഗ്നമായ ശരീരം കൊണ്ടും ആകർഷകമായ ജാവനീസ് നൃത്തച്ചുവടുകൾ കൊണ്ടും അവർ ആളുകളെ വശീകരിച്ചു. മെല്ലെ നൃത്തത്തിനൊപ്പം സമ്പന്നരുടെ കിടക്ക പങ്കിട്ടുകൊണ്ട് വേശ്യാവൃത്തിയിലേക്കുമെത്തി. ഒന്നാം ലോക മഹായുദ്ധം വന്നപ്പോൾ ഫ്രഞ്ച് സൈന്യം മാതാഹരിയെ സമീപിച്ചു. ജർമ്മൻ സൈനിക ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ നീക്കങ്ങൾ ചോർത്തിയെടുക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ മാതാഹരി ജർമ്മനിയെ യുദ്ധത്തിൽ സഹായിച്ചുവെന്നും ഡബിൾ ഏജന്റാണെന്നും ആരോപിച്ച് ഫ്രഞ്ച് സൈന്യം തന്നെ അറസ്റ്റ് ചെയ്തു. കുറ്റം സമ്മതിച്ചെങ്കിലും ആ വാദം ജർമ്മനി അംഗീകരിച്ചില്ല. അതോടെ രണ്ടു ഭാഗവും മാതാഹരിയെ കൈയൊഴിഞ്ഞു. 41 വയസ്സുകാരിയായ മാതാഹരിയെ ഫ്രഞ്ച് സൈന്യം ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. എന്നെ നിങ്ങൾ ഒരു വേശ്യയെന്ന് വിളിച്ചാൽ ഞാനത് സമ്മതിക്കും. എന്നാൽ ഞാൻ ചാരവൃത്തി ചെയ്തിട്ടില്ല. ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത് പ്രണയത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണ് എന്നാണ് മരണത്തിനു മുൻപ് മാതാഹരി പറഞ്ഞത്. ഒപ്പം തനിക്ക് നേരെ നിറയൊഴിക്കാൻ നിൽക്കുന്ന സൈനികർക്ക് അന്ത്യചുംബനവും നൽകി. 1917 ഒക്ടോബർ 15 ജീവൻ നഷ്ടമാകുമ്പോഴും എന്തിനേറെ പറയുന്നു, 108 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും ചാരവനിതയെന്ന പേരിൽ കുപ്രസിദ്ധമായ മാതാഹരി കഥകളിലൂടെയും സിനിമകളിലൂടെയും മനുഷ്യ മനസ്സുകളിൽ കുടിയിരിക്കുന്നു.